Hi and welcome to the new video. So in this video I'll be discussing about system function or transfer function or frequency response in Fourier domain or frequency domain or with respect to the continuous time Fourier transform. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ അതിന് സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെ ഫൊറിയർ ട്രാൻസ്ഫോമിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സിമിലർ തന്നെയാണ്. ഇതിൽ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്ന് പറയാമെന്ന് പറഞ്ഞു. നമ്മൾ ജനറലി ഈ ഒമേഗ ഡൊമൈനിൽ പറയുമ്പോൾ അതിനെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ് പറയുക. ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാലും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ ഒരേ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് represented by capital H of j omega, where H of j omega is given by the ratio of Fourier transform of output to the Fourier transform of input, that is y of j omega divided by x of j omega. അപ്പോൾ നമുക്കിവിടെ അറിയണം എന്താ y of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് ആൻഡ് x of t is the input. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് y of t ഔട്ട്പുട്ട് ആണ്, എക്സ് ഓഫ് ടി ഇൻപുട്ട് ആണ്. അവരുടെ ഫൊറിയർ ട്രാൻസ്ഫോമുകളാണ് ഏത് വൈ ഓഫ് ജെ ഒമേഗ ആൻഡ് എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കാണാം ബൈ ടേക്കിംഗ് ദ റേഷ്യോ ഓഫ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. ഓക്കെ. So here h of j omega is the Fourier transform of impulse response h of t. So h of t യുടെ Fourier transform ആണ്. h of t നമുക്കറിയാം impulse response ആണെന്ന് അല്ലേ. സോ ഇമ്പൾസ് റെസ്പോൺസിന്റെ Fourier transform ആണ് ഏത് h of j omega എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് വരുന്നത്. And in general, we can write this h of j omega, that is a frequency response, as mod h of j omega e raised to j angle of h of j omega. That is the magnitude angle എന്നുള്ള formula represent ചെയ്യാമെന്ന് പറഞ്ഞതാണ്. And this is mainly used to find the response of a system, linear time invariant system, from its differential equation. Mainly നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാവുക അല്ലെങ്കിൽ എക്സാമിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക ഇതിൻ്റെ ബേസിലായിരിക്കും. Find the response of a system അല്ലെങ്കിൽ to find the impulse response of a system from the equation, differential equation given എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുണ്ടാവുക ഡി വൈ ഓഫ് ടി ബൈ ഡി ടി ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി എക്സ് ഓഫ് ടി, അതായത് ടൈം ഡൊമൈനിലായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക രണ്ട് സൈഡിലും, അതായത് ഫോറിയർ ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം എക്സ് ഓഫ് ജെമിക്കലും വൈ ഓഫ് ജെമിക്കലായിട്ട് മാറും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിന്ന് ഇമ്പൾസ് റെസ്പോൺസും കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഓഫ് ജെമികയും എച്ച് ഓഫ് ടി ആണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കണം. ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫൈനൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഓഫ് ജെമിക കാണും, അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഓഫ് ടി ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. അതാണ് ഒരു കാര്യം. ഇനി വേറെ കേസുകളിൽ ചിലപ്പോൾ നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ടാവും, ഔട്ട്പുട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടു ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഫോർ ആൻ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈ ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു സംതിങ്, അതായത് ഒരു ജെ ഒമേഗയുടെ ടേമുകളായിട്ടുള്ളൊരു ഇതുണ്ട് ഇൻറ്റു എന്ത് വരും, എക്സ് ഓഫ് ജെ ഒമേഗ വരും. അപ്പോൾ നമുക്ക് കയ്യിൽ ഓൾറെഡി എക്സ് ഓഫ് ടി ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് ജെ ഒമേഗ അവിടെ കാണുക, നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് നമുക്കിവിടെ ചെയ്യാം. അതായത് സിമിലർ ടു ലാപ്ലേസ് തന്നെയാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വൃത്തിക്ക് അറിയാമെങ്കിൽ അതിലെ എസിന് പകരം ജെ ഒമേഗ എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം നമുക്കിവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാനും ഇൻവേഴ്സ് എടുക്കാനും ഒക്കെ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലായിരുന്നപ്പോഴും നമുക്ക് അറിയണം, അതായത് ടി ഡൊമൈനിൽ നിന്ന് എസ് ഡൊമൈനിലേക്കായിരുന്നു അവിടെ മാറ്റിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ നമ്മൾ ജെ ഒമേഗ ഡൊമൈനിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെ കൺവേർഷൻ എന്താണെന്നുള്ളത് അറിയണം. അതായത് ഇപ്പോൾ സേ വി ഹാവ് ഡി വൈ ഓഫ് ടി ബൈ ഡി ടി ടേമുകൾ വരാം അല്ലേ. ഡി വൈ ഓഫ് ടി ബൈ ഡി ടി ടേം ലാപ്ലേസിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താവുക, അവിടെ ആയിരുന്നപ്പോൾ എസ് ഇൻറ്റു വൈ ഓഫ് എസ് എന്നായിരുന്നു. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് തന്നെ അവിടെ എസിന് പകരം ജെ ഒമേഗ അത്രയേ ഉള്ളൂ. സോ എന്തായിട്ട് മാറും, ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മാറ്റുക. അപ്പോൾ അതേപോലെ ആണെങ്കിൽ നമുക്കറിയാം ഏതാ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ അപ്പോൾ ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ, എന്താ എസ് സ്ക്വയർ എന്നാണ് നമ്മളവിടെ പറയുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ജെ ഒമേഗ ഹോൾ സ്ക്വയർ
വൈ ഓഫ് ജെ ഒമേഗ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മളോട് സൊല്യൂഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സേ ടു ഫൈൻഡ് ദ റെസ്പോൺസ് അല്ലെങ്കിൽ ടു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിൽ ചെയ്യാം. അതായത് ലാപ്ലേസ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം, അത് വെച്ച് ചെയ്യാം. അല്ല ബൈ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ മെത്തേഡിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ലാപ്ലേസിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം അവിടെ ജെ ഒമേഗ ഒന്നും എഴുതി കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ലാപ്ലേസ് ഡൊമൈനിൽ എസ് ഡൊമൈനിൽ ചെയ്താലും ഓക്കെയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ജെ ഒമേഗയും എക്സ് ഓഫ് ജെ ഒമേഗയും ടി എക്സ് ഓഫ് ടി ബൈ ഡി ടി ഉണ്ടെങ്കിൽ അത് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The input and output of a causal LTI system are related by the differential equation d square y of t by dt square plus 6 dy of t by dt plus 8 y of t is equal to 2x of t. Find the impulse response of the system. What is the response of the system if x of t is equal to t e raised to minus 2t u of t? ഒരു കോസൽ എൽ ടി ഐ സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇമ്പൾസ് റെസ്പോൺസ് കാണാനാണ്. അപ്പോൾ അത് എളുപ്പമാണ്. ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞാൽ എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? എച്ച് ഓഫ് ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എച്ച് ഓഫ് ടി കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണേണ്ടി വരും? എച്ച് ഓഫ് ജെ ഒമേഗ കാണേണ്ടി വരും. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ എയിം വരിക. എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ എഴുതിയത് പ്രകാരം വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. ജസ്റ്റ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് എത്താം. ഇതിൻ്റെ എന്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താം? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് എത്താം? ഇങ്ങോട്ട് എത്താം. ഓക്കെ, എത്ര ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളൂ? വാട്ട് ഈസ് എ റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേസിലും ആദ്യം എച്ച് ഓഫ് ജെ ഒമേഗ കാണാം, അല്ലെങ്കിൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. വൈ ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു, അതായത് ശരിക്കും വരിക എങ്ങനെയാണ് വരിക? എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ എന്ന ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ ആ എക്സ് ഓഫ് ജെ ഒമേഗ നമ്മളിവിടെ എക്സ് ഓഫ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് ജെ ഒമേഗ കണ്ടിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വൈ ഓഫ് ജെ ഒമേഗയിൽ നിന്നാണ് ഇൻവേഴ്സ് എടുക്കേണ്ടത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ടി കിട്ടും. അതാണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് അതിലുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാമെന്ന് മാത്രം തന്നെ ചെയ്യാനുള്ളൂ. എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫോറിയർ ട്രാൻസ്ഫോം എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനോട് വീണ്ടും പറയാം, ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പം കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ലാപ്ലേസ് ആണ്ട് അതിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ബേസിലാണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ? ടേക്കിംഗ് ഇക്വേഷൻ ഞാൻ വീണ്ടും താഴേക്ക് എടുത്ത് എഴുതിയിട്ടില്ല, നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും എഴുതണം. ടേക്കിംഗ് ഫോറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ആ ഇക്വേഷൻ എഴുതിയിട്ടാണ് എഴുതേണ്ടത്, ഞാനിവിടെ അത് എഴുതിയിട്ടില്ല, ജസ്റ്റ് എളുപ്പത്തിൽ ചെയ്ത് മാത്രം. അപ്പോൾ എന്താവും? ഡി സ്ക്വയർ വൈ ഓഫ് ടി. അപ്പോൾ അതെന്താ വരും? ജെ ഒമേഗ ഹോൾ സ്ക്വയർ വൈ ഓഫ് ജെ ഒമേഗ പ്ലസ് 6 അതേപോലെ തന്നെ ടി. ഡി വൈ ഓഫ് ടി വരുമ്പോൾ ജെ ഒമേഗ വരും എസിന് പകരം. ജെ ഒമേഗ വൈ ഓഫ് ജെ ഒമേഗ. എസ് ആയിരുന്നെങ്കിൽ ലാപ്ലേസിലായിരുന്നെങ്കിൽ വെറുതെ എസ് എസ് എഴുതി പോയാൽ മതിയായിരുന്നു. പ്ലസ് 8 വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 2x ഓഫ് ജെ ഒമേഗ. അപ്പോൾ എത്രയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് വരുന്നത്? അപ്പോൾ ഇതിൽ ഇനി എന്ത് ചെയ്യുക? വൈ ഓഫ് ജെ ഒമേഗനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. കാരണം ഇവിടെ എല്ലാ ടൈമിലും എന്തുണ്ട്? വൈ ഓഫ് ജെ ഒമേഗ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടി വരിക എല്ലാ കേസിലും. സോ ജെ ഒമേഗ ഹോൾ സ്ക്വയർ, അത് സ്ക്വയർ ചെയ്തിട്ട് ജെ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് എഴുതാൻ നിൽക്കരുത്, ജെ ഒമേഗയിൽ തന്നെ എഴുതി പോകണം. അതാണ് അവിടെ തെറ്റ് വരുത്താൻ സാധ്യതയുള്ളത്. 6 ജെ ഒമേഗ പ്ലസ് 8 ഈക്വൽ ടു 2x ഓഫ് ജെ ഒമേഗ. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വെറുതെ ട്രാൻസ്ഫോം എടുത്തൊന്ന് റീഅറേഞ്ച് ചെയ്ത് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? റേഷ്യോ കാണാമല്ലോ. വൈ ഓഫ് ജെ ഒമേഗ എക്സ് ഓഫ് ജെ ഒമേഗ രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ therefore we can write it like h ഓഫ് ജെ ഒമേഗ. അതായത് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് എഴുതാം, ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാം, കാരണം ഇവിടെ വൈ ഓഫ് ജെ ഒമേഗ ഉണ്ട്, എക്സിനെ കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ടേം അങ്ങോട്ട് പോകും, ഡിവൈഡഡ് ബൈ ആയിട്ട് പോകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സ്ക്വയർ
പ്ലസ് 6j ഒമേഗ പ്ലസ് 8. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? എച്ച് ഓഫ് ജെ ഒമേഗ കിട്ടുക അല്ലേ? അപ്പൊ ഇതിനെ ഇനി നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണ്. ഇപ്പൊ നോർമൽ ലാപ്ലേസിന്റെ കേസിലാണെങ്കിൽ ഇത് വന്നിട്ടുണ്ടാവുക 2/s² പ്ലസ് 6s പ്ലസ് 8 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ നമുക്ക് ഇതിനെ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി ഇൻവേഴ്സ് ആക്കേണ്ട പരിപാടി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ റൂട്ട്സ് കാണണം. അപ്പൊ റൂട്ട്സ് കാൽക്കുലേറ്ററിൽ കാണാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും വരണം, 6ഉം വരണം. 2 × 4 അല്ലേ? 2 × 4 ആണ് വരിക. അപ്പൊ ഇത് ഈക്വൽ ടു എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് തന്നെ കണക്കാക്കുക. എസ് പോലെ ജെ ഒമേഗ പ്ലസ് 4. അത് ഞാൻ പറഞ്ഞത് ലാപ്ലേസ് ആയി നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഈ ഒരു ഡൊമൈനിൽ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. ജെ ഒമേഗ പ്ലസ് 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഇതിനി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതുക എങ്ങനെയാ? എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എന്ന് എഴുതുന്ന പോലെ ജെ ഒമേഗ പ്ലസ് 4 പ്ലസ് ബി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 എന്ന രീതിയിൽ കിട്ടും. ഇനി നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാണ്? എയും ബിയും കാണാണ് വേണ്ട ഒരു കാര്യം അല്ലേ? സോ അത് മുന്നേ ചെയ്താർന്ന അതേ മെത്തേഡ് തന്നെയാണ്. എ കാണാനായാലും ബി കാണാനായാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ എന്ത് അടച്ചു പിടിക്കുക? എയുടെ അടിയിൽ അടച്ചു പിടിക്കുക. അതായത് ജെ ഒമേഗ പ്ലസ് 4 അടച്ചു പിടിക്കുക. ജെ ഒമേഗയ്ക്ക് എന്തിട്ട് കൊടുക്കുക? -4 ഇട്ട് കൊടുക്കുക അല്ലേ? ജെ ഒമേഗ പ്ലസ് മെത്തേഡ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണം, മുന്നത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ. ജെ ഒമേഗ പ്ലസ് 4 ഈക്വൽ ടു 0 ചെയ്യുന്ന പോലെയാണ്. ദാറ്റ് ഈസ് ജെ ഒമേഗ ഈക്വൽ ടു -4 ഇട്ട് കൊടുക്കുക. ആദ്യം ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ ഒഴിവാക്കി അതിൽ ജെ ഒമേഗയ്ക്ക് നമ്മൾ -4 ഇടാൻ പോകണം. അപ്പോൾ മേലെ ഒരു 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡ് ബൈ -4 പ്ലസ് 2 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു -1 അല്ലെ? 2/-2. അതേപോലെ ഇനി ബി കാണാൻ വേണ്ടി ബിയുടെ അടിയിൽ ഒഴിവാക്കുക. ബിയുടെ അടിയിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ജെ ഒമേഗ പ്ലസ് 2നെ ഒഴിവാക്കുക. അപ്പോൾ ജെ ഒമേഗയ്ക്ക് -2 ഇട്ട് കൊടുക്കുക. സോ 2 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 4 വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ നമുക്ക് എക്കും ബിക്കും വാല്യൂസും കിട്ടി. സോ എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ഇപ്പൊ എന്തെന്ന് വരും? ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2. ഇതാണ് നമ്മളുടെ എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അതായത് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടി. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇത് വന്ന് കിടക്കുന്നുണ്ട്. Therefore, taking inverse Fourier transform, we have h of t is equal to 1/j omega plus 4. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 1/s plus a എന്നുള്ള ഫോർമാറ്റിലാണ്, അതായത് e raised to minus ആ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റനിൽ കോസലാന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. യു ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ എന്ന രീതിയിൽ നമുക്ക് എഴുതും ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫൂറിയർ ട്രാൻസ്ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതണമെങ്കിൽ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യട്ടെ, നിർബന്ധമൊന്നുമില്ല. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് അവിടെ കിടക്കും. 1/s plus 4 ആണെങ്കിൽ e raised to -8 അങ്ങനെയല്ല എഴുതിയായിരുന്നു 80. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വരും. എന്ത് വരും? e raised to -4t ഇൻറ്റു യു ഓഫ് ടി എന്ന് എഴുതാം. പ്ലസ് അടുത്തത് എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ e raised to -2t യു ഓഫ് ടി. ഇത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളോട് ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് എച്ച് ഓഫ് ജെ ഒമേഗ കാണാൻ അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അത്ര മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്പൾസ് റെസ്പോൺസ് കാണാൻ പറഞ്ഞുകൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റി. അടുത്തതിൽ റെസ്പോൺസ് ഫോർ എൻ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു -2t യു ഓഫ് ടി ആണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ പോലെ തന്നെ എന്താ പറയുക, വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു സംതിങ് ഇൻറ്റു അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ കിട്ടും. അതിൽ വൈ ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിൽ എഴുതണം. അതിൽ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ജെ ഒമേഗ കൊണ്ടുവന്നിട്ട് കണ്ടുപിടിച്ച് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി വൈ ഓഫ് ജെ ഒമേഗയുടെ ഇൻവേഴ്സ് വേണം എടുക്കാൻ. ഓക്കെ, കഴിഞ്ഞ കേസിൽ എച്ച് ഓഫ് ജെ ഒമേഗയുടെ ഇൻവേഴ്സ് എടുത്ത്, കാരണം ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ആ കേസിലാണെങ്കിൽ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് ടി ആണ്. എച്ച് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഈ കേസിൽ നമ്മൾ അത് ഇതിന്റെ ട്രാൻസ്ഫോം കാണണം. അപ്പോൾ എന്ത് കാണണം? ഇവിടുത്തെ എക്സ് ഓഫ് ജെ ഒമേഗ ആദ്യം കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും നോക്കുമ്പോൾ ഇതൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇത് കാണുക. അപ്പോൾ നമുക്കറിയാം e raised to -2t യു ഓഫ് ടി ആയിരുന്നെങ്കിൽ e raised to -2t യു ഓഫ് ടി ആയിരുന്നെങ്കിൽ എന്താ വരിക?
1/j ഒമേഗ പ്ലസ് എ എന്നാണ് വരിക അല്ലെ. 1/j ഒമേഗ പ്ലസ് 2 എന്ന് വരും. അപ്പോൾ ഇതിനെ ഇൻറ്റു ഒരു ടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഓഫ് ടിയുടെ എക്സ് ഓഫ് ജെ ഒമേഗ ആണെങ്കിൽ ടി എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഇൻറ്റു ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിലാണ് വരിക. അതായത് നമ്മൾ ഇങ്ങനെയാണ് ഒരെണ്ണം പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി ഇതായിരുന്നു എക്സ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ആണെങ്കിൽ, അതായത് ഫ്രീക്വൻസി ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് പിന്നിലേക്ക് മറിച്ച് മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ടി എക്സ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. അതാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തിൻ്റെ കിട്ടണം? ടി ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യത്തെ പോർഷന് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എന്താ? -1/j ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ആണ്. അപ്പോൾ ഇവിടെ ഒരു ജെ ഉണ്ട്, ഇൻറ്റു ആ ജെ വരും. പിന്നെ ഓൾറെഡി ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ ഒരു ഇൻറ്റു ഒരു ജെ ഉണ്ട്. സോ ആ ജെയും മൈനസ് ജെ സ്ക്വയർ -1 വരും, മൈനസും പ്ലസ് ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/j ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോം കിട്ടുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ അറിയണം. അപ്പോൾ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/j ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇപ്പം എക്സ് ഓഫ് ജെ ഒമേഗ കിട്ടി. ഇനി നമുക്ക് അറിയാം, നേരത്തെ ഇതിൽ നിന്ന് എഴുതി വരാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയാം, y ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? എച്ച് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. ആ രീതിക്ക് എഴുതി പോയാലും ഓക്കെ ആണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എച്ച് ഓഫ് ജെ ഒമേഗ എന്തായിരുന്നു? 2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4 ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 2 ആയിരുന്നു. ഇനിയിപ്പോൾ അതിനെ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും? 1/j ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയറും കൂടി വരും. അപ്പോൾ മൊത്തത്തിൽ അവിടെ എന്ത് വരും? ക്യൂബ് വരും. ജെ ഒമേഗ പ്ലസ് 2ൻ്റെ ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഇത് എഴുതുമ്പോൾ, പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുമ്പോൾ കുറച്ചധികം വരും. അതായത് ഏതൊക്കെ വരും? എ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2ൻ്റെ 3 കേസുകൾ വരും. ജെ ഒമേഗ പ്ലസ് 2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 സ്ക്വയർ പ്ലസ് സി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ക്യൂബ് പ്ലസ് ലാസ്റ്റത്തെ നമ്മുടെ ഡി ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4. ഇതിലെ സിയും ഡിയും നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ബാക്കിയുള്ളത് നമ്മൾ ആ ഡെറിവേഷൻ, ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാനിവിടെ ചെയ്ത് സമയം കളയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഓരോന്ന് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇതിനെ ഒഴിവാക്കിയിട്ട് മറ്റേ ചെയ്താൽ മതി. മറ്റേ കേസുകളാണെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണം കാണാൻ ഒരു കേസിൽ, അടുത്ത കേസിൽ വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണം കാണാൻ. അപ്പോൾ ആ കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് കിട്ടുക എ ഈസ് ഈക്വൽ ടു 1/4 വരും, ബി ഈസ് ഈക്വൽ ടു -1/2 വരും, സി ഈസ് ഈക്വൽ ടു 1 വരും, ഡി ഈസ് ഈക്വൽ ടു -1/4 വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളുക. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് y ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും? y ഓഫ് ജെ ഒമേഗ വിൽ ബി ഈക്വൽ ടു 1/4 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2, 1/4 ആണ്, 1/4 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 മൈനസ് 1/2 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1/j ഒമേഗ പ്ലസ് 2 ഹോൾ ക്യൂബ് മൈനസ് 1/4 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ പ്ലസ് 4. ഇതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് y ഓഫ് ടി ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ട് റെസ്പോൺസ്. y ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് എടുത്താൽ മതി? ഫോറിയർ ഇൻവേഴ്സ് എടുത്താൽ മതി. ഫോറിയർ ഇൻവേഴ്സ് ഓഫ് y ഓഫ് ജെ ഒമേഗ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഫസ്റ്റത്തെ നമുക്ക് സുഖമായിട്ട് എഴുതാം, എന്താ? കോൺസ്റ്റന്റ് അതേപോലെ തന്നെ എഴുതി y ഓഫ്, ഇപ്പോൾ ജെ ഒമേഗ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി അല്ലേ? അതാണ് വരിക. അടുത്തതിൽ ഇവിടെ സ്ക്വയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1/j ഒമേഗ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 2t അതിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ വന്ന് കിടക്കുന്ന പോലെയാണ്. നമുക്ക് രണ്ടാമത്തെ കണ്ടു കഴിഞ്ഞാൽ
മനസ്സിലാക്കാം. അപ്പോൾ അത് എന്തെന്ന് വരും? -1/2 ടി ഇൻറ്റു, അപ്പോൾ ആ പ്രോപ്പർട്ടി നേരത്തെ പ്രോപ്പർട്ടി തന്നെ -2t u(t) വരും. അടുത്ത് വരുമ്പോൾ അടുത്ത ഒരു ഇതും കൂടിയും വരും. അപ്പോൾ അത് ഇതാണ് വരിക ഇക്വേഷൻ t²/2 (2t u(t) എന്നാണ് വരിക. ലാസ്റ്റത്തെ സാധാരണത്തെ പോലെ തന്നെ -1/4 4t u(t). ഇത്രയാണ് അതിൽ വരുന്നുള്ളൂ സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അറിയണം. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല, ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതറിയാമെങ്കിൽ സുഖമായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നുള്ളൂ.